അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ വിഷയത്തിൽ കടുത്ത നിലപാടുകളിൽ നിന്ന് ഗവർണർ പിൻവാങ്ങുകയാണ് എന്ന വാർത്തയാണ് എത്തുന്നത്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കില്ല. സർവകലാശാല വിഷയം VC കൈകാര്യം ചെയ്യുമെന്ന് രാജ്ഭവൻ. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, കടുത്ത നടപടികളിലേക്ക് ഇല്ല ഗവർണർ എന്ന് പറയുമ്പോഴും പ്രശ്നം അത്യന്തം സങ്കീർണമായി അവിടെ തുടരുകയാണ്. അതിനൊരു പോംവഴിയാണ് വേണ്ടത്. ഇപ്പോൾ ഗവർണർ ഇങ്ങനെ കൈകഴുകി പിൻവാങ്ങുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ സങ്കീർണമായി കഴിഞ്ഞു ഇതിനോടകം. ഇനിയൊരു പരിഹാരം എന്താണ്? ലക്ഷ്മി, ഏതായാലും ഈ സർവകലാശാല വിഷയത്തിൽ രജിസ്ട്രാർക്കെതിരെ കടുത്ത നടപടിക്കായിരുന്നു നേരത്തെ രാജ്ഭവനും ഗവർണർ RV ആർലേക്കറും ഒക്കെ ആലോചിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഗവർണർ തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദ് ചെയ്യാനും ഒക്കെ രാജ്ഭവൻ തീരുമാനിച്ചിരുന്നു, ഗവർണർ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും ഇനി രാജ്ഭവൻ കടക്കില്ല. അത് സർവകലാശാല വിഷയത്തിൽ അങ്ങനെ കയറി ഇടപെടേണ്ട. അത് പ്രത്യേകിച്ച് സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന ഉന്നത സമിതിയായ സിൻഡിക്കേറ്റിനെയും അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും നടപടി അത് കോടതികളിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകേണ്ട എന്ന നിലപാട് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ 2 രജിസ്ട്രാർമാർ, അതായത് ഇപ്പോൾ KS അനിൽകുമാറും അതുകൂടാതെ തന്നെ മിനി കാപ്പറും നിയമിച്ചതാകട്ടെ വൈസ് ചാൻസലറാണ്. രജിസ്ട്രാറെ അല്ലെങ്കിൽ KS അനിൽകുമാറിനെയും സിൻഡിക്കേറ്റും തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഒരു വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് രാജ്ഭവനും ഗവർണറും കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് ചേർന്നിട്ടില്ല എന്നതാണ് വൈസ് ചാൻസലർ ചുമതല ഉണ്ടായിരുന്ന സിസ തോമസ് ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ട്. അപ്പോൾ നടക്കാത്ത ഒരു സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം റദ്ദ് ചെയ്ത് ഗവർണർ ഉത്തരവിറക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് യോഗം നടന്നു എന്ന് കോടതിയിൽ വാദിക്കാൻ സിൻഡിക്കേറ്റിന് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ റദ്ദ് ചെയ്യൽ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഗവർണർ കടക്കാത്തത്. മാത്രമല്ല, ഏത് നടപടിയും രജിസ്ട്രാറെ നിയമിക്കുന്നത്, ചുമതല വഹിക്കുന്നത്, നടപടിയെടുക്കുന്നതിന്റെ ഒക്കെ അധികാരി സിൻഡിക്കേറ്റ് ആണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഏതൊരു നീക്കവും ഒരുപക്ഷെ കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തൽ കൂടി രാജ്ഭവൻ ഉണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികളിൽ നിന്ന് രാജ്ഭവൻ പുറകോട്ട് പോകുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന ഒരു നയപരമായ ഒരു നിലപാടിലേക്ക് രാജ്ഭവൻ പിൻവാങ്ങിയിരിക്കുന്നു. ലക്ഷ്മി, കടുത്ത നടപടികളിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും അനു, അവിടെ 2 രജിസ്ട്രാർമാരുണ്ട്. ആ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ചാൻസലർ ഗവർണർ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം? നിലവിൽ KS അനിൽകുമാറിന്റെ ഫയലുകൾ നൽകരുതെന്ന് VC നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. KS അനിൽകുമാറിനെ സർവകലാശാല ഓഫീസിനകത്തേക്ക് കടക്കരുതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പക്ഷെ അതിനെയൊക്കെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടുകൊണ്ട് മറികടക്കുന്നു. സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാന്റെ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി അനിൽകുമാറെ തടയരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫയലിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിലക്ക് VC ഏർപ്പെടുത്തുന്നു. അതിനെയും സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് ആ വിലക്ക് മാറ്റുന്നു. ഏതായാലും അങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇയാളെ അല്ലെങ്കിൽ KS അനിൽകുമാറിനെ ബലം പ്രയോഗിച്ച് മാറ്റാനോ അങ്ങനെ ഒന്നും, അയാൾ അവിടെ ഇരിക്കട്ടെ, അത് ഭരണഘടന അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായിട്ടാണ് KS അനിൽകുമാർ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ആ ഭാഗത്തേക്ക് നോക്കണ്ട, അല്ലെങ്കിൽ ആ ഭാഗത്തെ ഗൗരവത്തിൽ എടുക്കേണ്ട എന്ന വളരെ മൃദുവായ അല്ലെങ്കിൽ നയപരമായ ഒരു സമീപനത്തിലേക്ക് രാജ്ഭവനും VC മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലക്ഷ്മി, ഗവർണർ മൃദുവായ സമീപനം ഇപ്പോൾ കൈക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ കർക്കശ നിലപാട് യൂണിവേഴ്സിറ്റി വിഷയത്തിൽ വിടുന്നു എന്ന് പറയുമ്പോഴും അവിടെ സംഭവിക്കാവുന്ന ഡാമേജ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കോടതി ഇടപെടേണ്ടി വരേണ്ട ഒരു അവസ്ഥയാണ്. കോടതിയുടെ മുന്നിൽ മാത്രം കാര്യങ്ങൾ തീർപ്പാകേണ്ട സ്ഥിതി അവിടെ ഉടലെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വസ്തുത. VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ആ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.